ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഇന്ന് ഞാൻ വന്നേക്കണം പറഞ്ഞാൽ പുതിയൊരു ടെക് വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ ടെക് ഐറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, റെഡ്മി ഇല്ല ഗൈസ്. റെഡ്മിന്റെ പുതിയൊരു ലോഞ്ചിങ് ഫോൺ ഉണ്ട്, പുതിയതായിട്ട് ഇറക്കാൻ പോണ പുതിയൊരു ഫോൺ ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ബെസ്റ്റ് ലെവൽ ഫീച്ചേഴ്സും റിവ്യൂ അതൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയങ്ങളാണ്, നേരെ നമുക്ക് നമ്മുടെ വീഡിയോ. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പിൽ അവതരിപ്പിക്കാൻ പോണ ഫോണാണ് റെഡ്മി K100 Pro Max. ഓക്കെ, അവരുടെ പുതിയൊരു ഫോണാണ്, റിലീസ് ആയിട്ടില്ല. റിലീസ് ആവണേ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 11 രാത്രി 7 മണിക്കാണ് ഈ ഫോൺ റിലീസ് ആവണത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബെസ്റ്റ് ഫീച്ചറിലോട്ട് പോയാലോ ഗൈസ്, കമാൻ. ഗൈസ് ഇതിന്റെ ഫീച്ചറിലോട്ട് കിടക്കുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല, ഈ ഫോണിന്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 6.9 ഇഞ്ചിന്റെ LTPO AMOLED ഡിസ്പ്ലേ ആണ് ഗൈസ്. ഓക്കെ, നോർമൽ ഡിസ്പ്ലേ, LTPO AMOLED ഒരു നോർമൽ ഡിസ്പ്ലേ ആണ്. നോർമൽ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി വലിയ സ്ക്രീനാണ്, 6.9 ഇഞ്ചാണ്. ഓക്കെ, അറിയാലോ, 6.9 ഇഞ്ച് LTPO AMOLED ഡിസ്പ്ലേ. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റോട്ട് പോയാൽ രണ്ട് വാരിയന്റിലാണ് ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നത് പറഞ്ഞാൽ. നിങ്ങൾ അതിന്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ 165 ഹെർട്സും ഉണ്ട്, 185 ഹെർട്സും ഉണ്ട്. ഓക്കെ, രണ്ട് വേരിയന്റാണ് ഇതിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ. ഓക്കെ, രണ്ട് വേരിയന്റ്. പിന്നെ ഗൈസ് ഇതെന്ന് പറഞ്ഞാല് 3500 നൈറ്റ് പീക്കറ്റ് ബ്രൈറ്റ്നസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം നൈറ്റ് പീക്കറ്റ് ബ്രൈറ്റ്നസ് എന്താന്ന് അറിയാത്തവർക്കാണെങ്കിൽ നമ്മൾ രാത്രി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും, വീഡിയോയിൽ ഒരു ചെറിയൊരു വെട്ടം നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, മനസ്സിലായ ഗൈസ്, അതാണ് 3500 നൈറ്റ് പീക്കറ്റ് ബ്രൈറ്റ്നസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഈ ഫോണിൻ്റെ ഗൈസ് എപ്പോഴും പറയണ പോലെ തന്നെ ഡിസ്പ്ലേന്റെ ഒക്കത്ത് ഒരു കവർ ഗ്ലാസ് ഉണ്ട്, ഒരു പ്രൊട്ടക്ഷൻ, താഴെ വീഴുമ്പോൾ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി. ഓക്കെ, നമ്മ മറ്റേ സ്ക്രീൻ കാർഡ് ഒട്ടിക്കുമല്ല, അതിന് മുമ്പേ നമ്മൾ ഈ ഫോൺ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സന്തോഷം കാരണം നമ്മൾ എടുത്ത് താഴ്ത്തിടുമ്പോഴാ, അല്ലെങ്കിൽ നമ്മൾ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ മറന്നുപോയിട്ട് നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ എവിടെയെങ്കിലും താഴത്തൊക്കെ വീണ ഫോണിന് ഡിസ്പ്ലേ ഒക്കെ ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഒരു പ്രൊട്ടക്ഷൻ ഗാർഡ് നൽകണത് ഈ ഫോണിൽ. ഓക്കെ, പ്രൊട്ടക്ഷന് വേണ്ടി. അപ്പോൾ ആ പ്രൊട്ടക്ഷൻ ഗ്ലാസ് വന്നേക്കണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഷവമി ഡ്രാഗൺ ക്രിസ്റ്റൽ ഗ്ലാസ്. ഓക്കെ, അതാണ് ഈ ഫോണിന്റെ പ്രൊട്ടക്ഷൻ ഗ്ലാസ് ആയിട്ട് വരുന്നത്. ഡിസ്പ്ലേന്റെ പൊക്കത്ത് തന്നെ ഉണ്ടാവും, നിങ്ങൾക്ക് ഒന്ന് നൈസ് നല്ലോണം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ പ്രൊട്ടക്ഷൻ കഴിഞ്ഞാൽ ഈ ഫോണിന്റെ പ്രൊസസ്സറോട് കിടക്കാം. ഈ ഫോണിന്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എന്തായിരുന്നു, സ്നാപ്ഡ്രാഗൺ 8 സീരീസ് എലൈറ്റ് ചിപ്സെറ്റ് ആണ്. സ്നാപ്ഡ്രാഗൺ 8 സീരീസ് എലൈറ്റ് ചിപ്സെറ്റ് ആണ് ഈ ഫോണിൽ വരുന്നത്. ഓക്കെ, നല്ല അടിപൊളി പ്രൊസസ്സറാണ്, കുഴപ്പമില്ല, നല്ല പ്രൊസസ്സർ തന്നെ ഞാൻ പറയുള്ളൂ. പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ സോഫ്റ്റ്വെയറിലോട്ട് ആണെങ്കിൽ ഗൈസ് ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എല്ലാ ഫോണുകളിലെ പോലെ തന്നെ ആൻഡ്രോയിഡ് 16 ആണ് ഗൈസ്. ആൻഡ്രോയിഡ് 16 ഷവമി ഹൈപ്പർ OS 3 അതാണ് ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആൻഡ്രോയിഡ് 16 ഷവമി ഹൈപ്പർ OS 3 അടിപൊളി പ്രൊസസ്സർ തന്നെയാണ്. വെറും ഹൈപ്പർ OS 3 ആണ്, കൂടിയ വേരിയന്റ് ആണ്. അതൊക്കെ വളരെ നല്ല മികച്ച പൊളിച്ച കാര്യം തന്നെയാണ് ഗൈസ്. ഓക്കെ, അതൊക്കെ അടിപൊളി നല്ല കാര്യം തന്നെയാണ്. കമ്പനി നല്ല ഗുണമൊക്കെയാണ് കമ്പനി കൊടുത്തേക്കണത്. ഓക്കെ, സോഫ്റ്റ്വെയർ കഴിഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞാൽ ഗൈസ് ഈ ഫോണിന്റെ ബാറ്ററിയിലോട്ടാണ്. ഗൈസ് ഈ ഫോണിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയന്റ് വരുന്നത്. ഓക്കെ, റിഫ്രഷ് റേറ്റ് വന്നാൽ രണ്ട് വേരിയന്റ് അല്ലേ, അതുകൊണ്ട് ഈ ബാറ്ററിക്കും രണ്ട് വേരിയന്റ് ഉണ്ട്. ഓക്കെ, രണ്ട് വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 8000 mAh ഒരു ബാറ്ററി ഉണ്ട്, പിന്നെ വേറൊരു ബാറ്ററി അത് 9000 mAh. അതാണ് രണ്ട് വേരിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ ഗൈസ്? ഓക്കെ, സെറ്റ്. പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞില്ലേ എന്തായിരുന്നു, ചാർജിങ് ആണ് ഗൈസ്. ഈ ഫോണിന്റെ ചാർജിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കിടിലൻ ചാർജറാണ്. ഓക്കെ, എന്ന് വെച്ചാൽ കിടിലൻ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിന്റെ വാട്ട് തന്നെയാണ്, വേറെ ഒന്നുമല്ല ഗൈസ്. രണ്ട് വാരന്റി, ഇതിന് രണ്ട് വാരന്റി ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാത്തിനും രണ്ട് വാരന്റി ഉണ്ടല്ലോ ഗൈസ്. ഒരു എന്ന് വെച്ചാൽ ഒരെണ്ണം എന്ന് വെച്ചാൽ 100 വാട്ടാണ്, 100 വാട്ടിന്റെ ഫാസ്റ്റ് വയേർഡ് ചാർജിങ് ആണ് വരുന്നത്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എത്രയാണ് 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ആണ് ഗൈസ് ഈ ഫോൺ വരുന്നത് എന്ന് പറഞ്ഞാൽ. ഓക്കെ ഗൈസ്, ഇതാണ് രണ്ട് വാരന്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ചാർജിങ് കഴിഞ്ഞു. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഗൈസ് ക്യാമറയാണ്. ക്യാമറ എന്ന് പറഞ്ഞാൽ ഗൈസ് ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 200 MP ഒരു മെയിൻ സെൻസർ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ 50 MP അൾട്രാ വൈഡ് ആണ് ലെൻസ് ആണ്. പിന്നെ 50 MP ഫ്രണ്ട് സെൽഫി ക്യാമറയാണ്. പിന്നെ 50 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഓക്കെ, അതൊക്കെയാണ് ഗൈസ് ഈ ഫോണിന്റെ ക്യാമറയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ഒക്കെ എടുക്കാം, നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാനൊക്കെ, നല്ല ഭംഗിയുണ്ടാവും കേട്ടോ, അതേ നിങ്ങൾക്ക് ഉറപ്പ് വരാം. ഓക്കെ, പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ഗൈസ് ഈ ഫോണിന്റെ ഇല്ലേ ഗൈസ്, ഈ ഫോണിന്റെ എന്തായിരുന്നു സ്പീക്കേഴ്സ് ഇല്ലേ ഗൈസ്, സൗണ്ട് സ്പീക്കേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ
എന്തായിരുന്നു സ്പീക്കർ എന്ന് പറഞ്ഞാൽ ബോസ് ഇല്ലേ ഗൈസ്, ബോസ് ആണ് ഇതിന്റെ സ്പീക്കറിന് ഇത് കൊടുത്തേക്കണത്. സ്പീക്കറിന് ഓഡിയോ സ്പീക്കറിന്റെ അത് ഉണ്ടാക്കിയേക്കണെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ബോസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. എല്ലാവർക്കും അറിയണം മറ്റേ ബോസ്. ഓക്കെ, സെറ്റ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ഫോട്ടോസ് നല്ല 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 ക്ലാരിറ്റി വോയിസോടെ നിങ്ങൾക്ക് കേൾക്കാനൊക്കെ പറ്റും. അതും വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഗൈസ് ഈ ഫോണിന്റെ വില തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 64,999 64,999. അതാണ് ഈ ഫോണിന്റെ വില എന്ന് പറഞ്ഞാൽ വെച്ചാൽ 65,000 രൂപ. ഓക്കെ, അതാണ് ഈ ഫോണിന്റെ വില. ഓക്കെ, 65,000 രൂപയ്ക്ക് ഈ ഫോൺ ലാഭമാണെന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ പറയും ഈ ഫോൺ ലാഭം ആണ് ഗൈസ്. 65,000 രൂപയ്ക്ക് ഈ ഫോൺ ലാഭമാണ്. കാരണം നല്ല നല്ല കിടിലം ഡിസ്പ്ലേ ആയിക്കോട്ടെ, ബാറ്ററി ഒക്കെ 2 വാരന്റി കൊടുക്കുന്നുണ്ട്, പിന്നെ പ്രൊട്ടക്ഷൻ ഒക്കെ കമ്പനി നൽകുന്നുണ്ട്. ബാറ്ററി ആയാലും എല്ലാ അടിപൊളിയാണ് ഗൈസ്. പിന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്കൊക്കെ വേണം ഗൈസ് ഈ ഫോണിൽ. ഓക്കെ, എല്ലാ കാര്യവും നോക്കി വളരെ നല്ലൊരു ഫോൺ തന്നെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഒരു ആ പൈസ ഇപ്പൊ എന്തായാലും ഫോണിൽ 30,000-40,000 കൊടുത്താൽ നല്ല ഫോണൊക്കെ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഇതിന് 65,000 എന്നാൽ ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ നല്ലൊരു കിടിലെ ഫോണായിട്ട് ഞാൻ ചൂസ് ചെയ്യുള്ളൂ. നല്ല ഫോൺ തന്നെയാണ്. പിന്നെ ഇത് August 11 ഇറങ്ങുള്ളൂ. അപ്പൊ നിങ്ങൾ August 11 നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കോട്ടെ ഈ ഫോണിന്റെ. ഞാൻ പറഞ്ഞ ഈ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ ഒന്നും തെറ്റാറില്ല, നിങ്ങൾക്ക് അറിയാലോ. അതാണ് ഗൈസ്, ഞാൻ പറഞ്ഞൊന്നും തെറ്റത്തില്ല. ഓക്കെ, അതൊക്കെയാണ് ഗൈസ് ഈ ഫോണിന്റെ Redmi K100 Pro Maxന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് August 11 രാത്രി 7 മണിക്ക് ഇറങ്ങും. ഓക്കെ, പിന്നെ ചൈനയിൽ വില എത്ര 4,000 CY എന്നാ അവരുടെ നോട്ടായിട്ട് കണ്ടുപിടിച്ചത്. വെറും 4,000 രൂപ കേട്ടാ. ഇന്ത്യയിലെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 65,000 രൂപയാണ്. ചൈനയിൽ എന്ന് പറഞ്ഞാൽ 4,000 അവരുടെ CY എന്നാ CYC അങ്ങനെ എന്താണ് അവരുടെ കറൻസിയിൽ. അപ്പൊ 4,000 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രൈസ് റേഞ്ച് തന്നെയാണ്. അവിടെ 4,000 എന്ന് പറഞ്ഞാലും ഇവിടെ 65,000 എന്ന് പറയും. അവിടെ 4,000-ന് അത്ര മൂല്യം ഉണ്ടാവും ഗൈസ്. അതാണ് ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ റൂം നോക്കിയപ്പോൾ കണ്ടെന്ന് പറഞ്ഞാൽ. ഓക്കെ ഗൈസ്, അതൊക്കെയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാവുന്നത്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഫോണിന്റെ കുറച്ച് ടോപ്പ് ലെവൽ ഫീച്ചേഴ്സിലൂടെ വന്നത്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതിന് പക്ക നല്ല ക്വാളിറ്റീസ് ആയാലും എല്ലാം കമ്പനി കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫീച്ചറുകളായാലും എല്ലാം കമ്പനി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല അടിപൊളി കാര്യം തന്നെയാണ് ഗൈസ്. കാരണം ആ പ്രൈസ് റേഞ്ചിന് നല്ലൊരു കിടിലെ ഫോണായിട്ട് ഞാൻ ഈ ഫോണിനെ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ വാങ്ങണോ വാങ്ങണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ഫോൺ ആരെങ്കിലും ഫോൺ എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ റെഡ്മീൻ്റെ ഏതൊരു ഫോൺ വേണമെങ്കിൽ നിങ്ങൾ ഈ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഫോൺ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ എന്താണ് ഫീച്ചേഴ്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ഈ ഫോൺ വാങ്ങിച്ചു. പിന്നെ റെഡ് ചെറി ഒരു കളറിലാണ് ഈ ഫോണിൻ്റെ ഇത് തന്നെ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഞാൻ ഫോണിന് ഈ നല്ലൊരു ടെക് വീഡിയോ വീണ്ടും വരെ ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്.